എനിക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഓടിച്ചു നോക്കിയപ്പോൾ അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒന്നാമത്തെ വാർത്ത, ആശുപത്രി സുരക്ഷയ്ക്ക് അധിക പോലീസില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതുവരെ അത് സോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ, നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും ഈ ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കുത്തേറ്റ് മരിച്ചതിന് ശേഷമാണ് കൂടുതൽ ഇതേക്കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തു. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇക്കാര്യത്തിൽ സുരക്ഷയുണ്ടോ എന്നൊക്കെ നമ്മളും ചർച്ചകളിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഈ സുരക്ഷ ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാക്കുന്നു. 224 പേരുടെ സ്ഥിരം ഡെപ്യൂട്ടേഷൻ തസ്തിക അത് സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി കഴിഞ്ഞ ജൂണിൽ 6 മാസം മുൻപ് കൊടുത്ത ഒരു ശുപാർശയുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് തന്നെ വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ സുരക്ഷ വേണ്ടേ? ഇങ്ങനെ തന്നെ പോയാൽ മതി? ആ ഒരു സംശയമാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് എന്തിനാണ് ആഭ്യന്തര വകുപ്പ് വിയോജനക്കുറിപ്പ് എഴുതുന്നത്? ആ ഒരു സംശയമാണ് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എണ്ണത്തിൽ കുറവാന്ന് തോന്നുന്നു പോലീസുകാർ എണ്ണത്തിൽ കുറവാണ്. DGPയുടെ ഓഫീസ് ആവശ്യപ്പെട്ടത് DYSP റാങ്കിലുള്ള 14 പേർ, ഇൻസ്പെക്ടർ റാങ്കിൽ 14 പേർ, SI 84, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ 56, അങ്ങനെ 224 ഉദ്യോഗസ്ഥരുടെ സ്ഥിരം ഡെപ്യൂട്ടേഷൻ തസ്തികകളാണ്. അപ്പോൾ ഈ സ്ഥിരം ഡെപ്യൂട്ടേഷൻ പറ്റില്ലെങ്കിൽ ഘട്ടം ഘട്ടമായി വിന്യസിക്കുന്നതോ, എന്തായാലും സുരക്ഷയ്ക്കായി ആൾ വേണമെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. DGPക്ക് തന്നെ അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അത് കൊടുത്തിട്ടില്ല. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ആവശ്യം 637 അത് ചുരുക്കി കൊടുത്ത പട്ടിക പോലും ഇങ്ങനെ വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നമുക്ക് നോക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് പിന്നെ ഈ ആശുപത്രി സുരക്ഷ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉൾപേജുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഈ ഇവരുടെ സ്ഥിരം പ്രാദേശികമായുള്ള വാർത്തകളൊക്കെ കൂടുതലായി കൊടുത്തിട്ടുണ്ട്. കലോത്സവത്തിൻ്റെ അന്ന് തിരതല്ലി, ഇന്ന് സന്തോഷം തിരതല്ലി എന്നൊക്കെ പറഞ്ഞ് കടലോളം, അതാണ് ഇന്നത്തെ ഇട്ടിരിക്കുന്നത്. കടലോളം, കൊല്ലത്തിലെ കൗമാരത്തിൽ തില്ലാന, നല്ല ക്യാച്ച് വേർഡ്സ് ആണ്. മനോരമയുടെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു റീസൺ നല്ല ക്യാച്ച് വേർഡ്സ് ആണ്. നമ്മൾ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചിരുന്നല്ലോ ഈ സഭാ സിനഡിനെ കുറിച്ച്. ഈ തെരഞ്ഞെടുപ്പ് അതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഇനി അങ്ങോട്ട് ആരായിരിക്കും സഭയെ നയിക്കാൻ പോകുന്നത്? മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് അതെങ്ങനെയായിരിക്കും മുന്നേറുക എന്നത് സംബന്ധിച്ച് ഉണ്ണിസാറേ, ഈ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ ഈ സിനഡിന് തുടക്കമാകുമ്പോൾ ഈ കുർബാന തർക്കത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഉയർന്ന 2 വിഭാഗമായി നിൽക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ 13-ാം തീയതി വരെയാണ് സിനഡ് നടക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കൽ മാത്രമാണ് അജണ്ട എന്ന് ഈ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, അദ്ദേഹമാണ് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അങ്ങോട്ട് ആവശ്യപ്പെട്ട് സ്ഥാനമൊഴിയുകയാണ്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഇതേപോലെ തന്നെ സിനഡാണ്. ഈ സിനഡിൽ 65 മെത്രാന്മാരുണ്ട്. അതിൽ 80 വയസ്സിന് താഴെയുള്ളവർക്കാണ് വോട്ടവകാശം. അവർ 53 പേരാണുള്ളത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതിൽ ഒരു ആൾക്ക് ഞാൻ സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നടക്കില്ല. നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. യോഗ്യരെന്ന് കരുതുന്നവർക്ക് മെത്രാന്മാർ വോട്ട് ചെയ്യും. 3/2 ഭൂരിപക്ഷം കിട്ടും. ഈ 3/2 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ഈ വാർത്ത തുടരാനുള്ളൊരു സാധ്യത. എവിടെയാണ്? ഈ 3/2 ഭൂരിപക്ഷം കിട്ടില്ല. അപ്പോൾ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. അപ്പോഴും കിട്ടില്ല, വീണ്ടും നടത്തും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും 5 വട്ടം വരെ ഇങ്ങനെ വോട്ടെടുപ്പ് നടത്താം. ഈ 5 വട്ടം വോട്ടെടുപ്പ് നടത്തിയിട്ടും ഭൂരിപക്ഷം ഒത്തില്ല എന്നുണ്ടെങ്കിൽ 6-ാമത്തെ 7-ാമത്തെയും വോട്ടെടുപ്പ് ആകുമ്പോഴേക്കും ഭൂരിപക്ഷം കുറയ്ക്കും. കേവല ഭൂരിപക്ഷം മതി. 3/2 എന്നുള്ളതെടുത്ത് മാറ്റിവെക്കും. കേവല ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഇത് നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റു പത്രങ്ങളിലൊക്കെയുള്ള വാർത്തകളാണ്. നമ്മുടെ ഉണ്ണിസാറിൻ്റെ ഒരു സബ്ജക്റ്റൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ മുന്നണി. ഉണ്ണിസാറിൻ്റെ സബ്ജക്റ്റാണ്. മാഡത്തിനും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസിന് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. RJDയുമായുള്ള ചർച്ചയിലൊക്കെ 9-5 ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു തീരുമാനമാകാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ബംഗാൾ, UP, ഡൽഹി, പഞ്ചാബ് അവിടെയാണ് ഇപ്പോൾ പ്രശ്നം ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കോർഡിനേറ്റർമാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കും. മാത്രമല്ല ഈ എനിക്ക് തോന്നുന്നത് 539 മണ്ഡലങ്ങളിലേക്കുമുള്ള ഒബ്സർവർമാരെ ACC തീരുമാനിച്ചു. ഇനി 4 ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ മാസം അവസാനത്തോടു കൂടി സീറ്റ് ഷെയറിംഗ് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കീറാമുട്ടയായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഡൽഹി, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, കേരളം. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴും വലിയ ആശങ്കയായിട്ട് 28 പേരെ ഒത്തിണക്കത്തോടെ കൊണ്ടുപോകണം. ഇതായാലും വലിയൊരു ശ്രമകരമായ ജോലിയാണ്. ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഈ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിന് തൊട്ടടുത്തുള്ള പേജിൽ അതിമനോഹരമായിട്ടൊരു പിന്നെ ഗ്രാഫിക്സ് സാധനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തെ വിടാതെ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും ഒക്കെ ഏതൊക്കെ നേതാക്കളെ പിന്തുടരുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രാഫിക്കലി നന്നായി പ്ലേസ് ചെയ്തിട്ടുള്ളൊരു പേജാണത്. പ്രതിപക്ഷത്തെ വിടാതെ. അത് ഈ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട്, അതേപോലെ ലാലു കുടുംബത്തിനെതിരായിട്ട്, അങ്ങനെ അതെ ഗാന്ധി കുടുംബത്തിനെതിരായിട്ട്, തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ട്, ബഘേലിനും സോറനും എതിരായിട്ട്, അങ്ങനെ ആർക്കൊക്കെ എതിരായിട്ടാണ്
ഇപ്പോൾ ED നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗ്രാഫിക്കലായിട്ടുള്ള പ്രസൻറ്റേഷൻ നന്നായിട്ട് മാതൃഭൂമി ചെയ്തിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ പ്രകടിപ്പിച്ച ആശങ്കയാണ്, അത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. നാളെ മുതൽ ജമ്മു കാശ്മീരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളില്ല. ഏകദേശം 700 പഞ്ചായത്തുകളിൽ 30,000-ഓളം വരുന്ന തദ്ദേശ പ്രതിനിധികൾ, അതായത് പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ പഞ്ചായത്ത് പ്രതിനിധികളുടെ കാലാവധി അവസാനിക്കുകയാണ്. അതായത് ഇനി ജമ്മു കാശ്മീരിൽ ജനപ്രതിനിധികളായി അവശേഷിച്ചിരിക്കുന്നത് കേവലം 6 MP-മാർ മാത്രമാണ്. അടുത്ത ഈ വരാൻ പോകുന്ന റിപ്പബ്ലിക് ഡേക്ക് പതാക ഉയർത്താൻ പോലും ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളില്ല എന്നതാണ് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട കൗതുകം. കാര്യം നമുക്കറിയാവുന്നതുപോലെ ജമ്മു കാശ്മീരിൽ അസംബ്ലി ഇലക്ഷൻ നടന്നിട്ട് 9 വർഷമായി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട്. 2018-ലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ ഇലക്ഷൻ മാത്രമാണ് അവിടെ റെഗുലറായിട്ട് നടക്കുന്നത്. ഇനി അവിടെ അവശേഷിച്ചിരിക്കുന്നത് 6 MP-മാരും 20ഓളം ഈ ഡിസ്ട്രിക്ട് കൗൺസിൽസിലെ അംഗങ്ങളും മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് നമ്മുടെ കൺമുന്നിൽ ജനാധിപത്യരഹിതമായി തീരുന്നു എന്നതാണ് ആ പത്രത്തിൻ്റെ ആ വാർത്തയുടെ ഒരു കൗതുകം.